ഒരു എസ്കലേഷനും ആഗ്രഹിക്കുന്നില്ല. എസ്കലേഷൻ ഇന്ത്യയുടെ നയമല്ല എന്നത് ആവർത്തിച്ചു പറഞ്ഞതാണ്. പക്ഷേ ഇന്നലത്തെ ആക്രമണത്തിന്റെ ശൈലി തന്നെ പാകിസ്ഥാൻ ഇങ്ങ് തുടരുന്നു. നമ്മൾ എവിടെ മധ്യേഷ്യയിലൊക്കെ കണ്ടിട്ടുള്ളതിന് സമാനമായ നിലയിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് മിസൈലുകൾ പതിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പരിചിതമല്ല. ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള കാലങ്ങളിൽ പോലും പരിചിതമല്ലാത്ത വിധം ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ട് മിസൈലുകൾ അയക്കുകയായിരുന്നു പാകിസ്ഥാൻ. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ തടുക്കാൻ ഇന്ത്യക്കായിരിക്കുന്നു. ഇന്ത്യ ഇനി തിരിച്ചടിക്കൊരുങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മനു, സിയാൽകോട്ടാണ് ലക്ഷ്യം. സിയാൽകോട്ട് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ പദ്ധതി എങ്ങനെ? ഇപ്പോൾ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് 3 സേനാ വിഭാഗങ്ങളുടെ മേധാവികളുമായി സംവദിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ഈ വിഷയങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. പ്രധാനമന്ത്രിയെ ആക്രമണം എവിടെ നിന്ന് നടന്നു, അതിൻ്റെ ഉറവിടങ്ങളെന്ന് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു. നിരന്തര സംഭവവികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് രാജ്യം എന്നുകൂടി വ്യക്തമാവുകയാണ്. ഏതായാലും ഇന്ത്യ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. സിയാൽകോട്ട് ലക്ഷ്യമാക്കി. സിയാൽകോട്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ്, ഒരു സൈനിക കേന്ദ്രമാണ് സിയാൽകോട്ട് എന്നതുകൊണ്ട് തന്നെ ആദ്യ ആക്രമണം സിയാൽകോട്ട് ലക്ഷ്യമാക്കി തന്നെ കൊടുക്കുന്നു. തലക്കടി എന്ന രീതി തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശക്തമായിട്ടുള്ള ആക്രമണം കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ, ആർമിയും എയർബേസും ഒക്കെ നിരന്തരമുള്ള ആക്രമണത്തിന് വിധേയമാകുകയായിരുന്നു. അങ്ങനെ അതാണ് എല്ലാ തരത്തിലുമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയും എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ജമ്മു കാശ്മീരിൽ ഇലക്ട്രിസിറ്റി വിച്ഛേദിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. എയർ ഡിഫൻസ് സിസ്റ്റം പരിപൂർണമായി ആക്ടിവേറ്റ് ആകുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല. അതിന്റെ ആവശ്യം ഇന്ത്യക്കില്ല. ഇന്ത്യ വ്യക്തമാക്കിയതാണ്, നീ സീറോ ടോളറൻസിന്റെ സമയവും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ മനു പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് സിയാൽകോട്ട്. സിയാൽകോട്ടിലേക്ക് തന്നെ ഇന്ത്യ പ്രത്യാക്രമണം നടത്തുന്ന കാഴ്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സമയത്ത് ഈ രാത്രി 10 മണിക്കാണ് പ്രതിരോധ മന്ത്രി 3 സേനാ വിഭാഗങ്ങൾ സിയാൽകോട്ടിന് പുറമെ